ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാല്ലാ അൽഹംദുലില്ലാ ഞാനൊരു സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ഇന്ന് എനിക്കൊരു കല്യാണമുണ്ട്. അപ്പോൾ ഒരു കല്യാണത്തിന് പോകേണ്ട, ഇന്നലെ നമ്മൾ പോയില്ലേ തലേന്ന്, അപ്പോൾ ഇന്ന് കല്യാണമാണ്. അപ്പം അതിനും കൂടി പോകണം. ഞാനും പാത്തും കൂടിയാണ് കേട്ടോ പോകുന്നത്. ഒരു 10:30-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ജോലിയെല്ലാം ഒതുക്കിയിട്ട് പോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതേ രാവിലെ കാപ്പി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. രാവിലെ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാപ്പിക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് പുട്ടാണ് കേട്ടോ. പുട്ടും ഇന്നൊരു വെറൈറ്റി, നമ്മൾ ഈ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണുന്നില്ലേ, പുട്ടും മാമ്പഴവും കഴിക്കുന്നത്. അപ്പം ഇപ്പോൾ മാങ്ങാ സീസൺ ആണെന്നല്ലോ, നമുക്കുള്ള മാങ്ങയൊക്കെ കഴിയാറേ ആയി കേട്ടോ. ഇനിയൊരു കാക്കയും കിളിയൊക്കെ കൊത്തിയിടുന്നതും, പിന്നെ അതിൽ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ നല്ലത് കിട്ടുകയും ചെയ്യും. ഇല്ലെങ്കിൽ കുരങ്ങൊക്കെ കടിച്ചിടുന്നതൊക്കെയാണ്, വേസ്റ്റൊക്കെയാണ് നമ്മൾ രാവിലെ കാണുന്നത്. ഇന്ന് ഞാൻ രാവിലെ എണീറ്റപ്പോഴത്തേക്കും കുറച്ച് മാങ്ങ നല്ലതായിട്ട് കണ്ടു കേട്ടോ. ഒരു 5-6 നമുക്ക് കിട്ടി. അതിലൊരെണ്ണം എന്തോ കൊത്തിയതുപോലെ തോന്നി. അതുകൊണ്ട് ഞാനതങ്ങ് കളഞ്ഞു. നമുക്കറിയാൻ പറ്റത്തില്ല എന്തോ കടിച്ചതെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനതങ്ങ് കളഞ്ഞു. ബാക്കി എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലിങ്ങനെ വിചാരിച്ചു, പുട്ടും മാമ്പഴവും കാണിച്ചാലോ എന്ന് കേട്ടോ. അപ്പോൾ ഞാനത് കഴിച്ചിട്ടില്ല, ആ ഒരു കോംബോ ഞാൻ കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. അതിന് മുന്നേ നമ്മൾ ഈ ഏത്തയ്ക്കാപ്പവും ബീഫ് കറിയും കഴിച്ചിട്ട് പടച്ചവനെ, എനിക്കതിലൊരു ടേസ്റ്റും തോന്നിയില്ല. അതൊക്കെ എന്ത് കോംബോയാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ. അത് ഭയങ്കര ഇതല്ലേ, ഫേമസ് ആയിട്ടുള്ളതല്ലേ ഏത്തയ്ക്കാപ്പവും ബീഫ് കറിയൊക്കെ. പക്ഷേ എനിക്കതിൽ ടേസ്റ്റൊന്നും തോന്നിയിട്ടില്ല. ഞാൻ കഴിച്ചു. പക്ഷേ ഇനിയിപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കാം. നമ്മൾ ഗോതമ്പിൻ്റെ പുട്ടാണ് ഉണ്ടാക്കുന്നത്. അരിപ്പുട്ടിലാണ് ഞാൻ കണ്ടത്. അപ്പോൾ എന്തായാലും ഞാനിന്ന് ഗോതമ്പിൻ്റെ മാവൊക്കെ ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ, നമ്മൾ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന ഗോതമ്പിൻ്റെ പൊടിയാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ, ഉമ്മച്ചി ചെയ്യുന്നൊരു ഇതാണ് കേട്ടോ. പൊടി കിട്ടുമ്പോഴത്തേക്കും ഓരോ കവർ പൊടി, ഓരോ കിലോ പൊടി ഇങ്ങനെ ഒന്ന് ചൂടാക്കി വെക്കും, ഒന്ന് മൂപ്പിച്ചെടുക്കത്തില്ലേ, ഓട്ടിലിട്ടിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. അപ്പോൾ ഇങ്ങനെ നല്ല അരിപ്പൊടി പോലെ ഇങ്ങനെ നല്ല തരിതരായിരിക്കും കേട്ടോ. അതുകൊണ്ട് കട്ട പിടിക്കത്തില്ല. അപ്പോൾ ഞാനും അതുപോലെയൊക്കെ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മാവൊക്കെ ഒന്ന് ഇടഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞത് ഓരോ കുറ്റിയല്ല കേട്ടോ, നമുക്ക് ചിരട്ടപ്പുട്ടാണ്. കുറ്റി നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. അതിന് അങ്ങനെ ആ കുടം ഉണ്ടല്ലോ, വെള്ളം ഒഴിച്ച് വെക്കുന്ന കുടമൊക്കെ പൊത്തുപോയി കേട്ടോ. ഓട്ട വീണ് പോയി കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചിരട്ടപ്പുട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ചിരട്ടപ്പുട്ടിൽ ഓരോ പുട്ടിങ്ങനെ നമ്മളുണ്ടാക്കി അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു സ്റ്റീലിൻ്റെ ഈ ഒരു കാസറോളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ലിങ്ക് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ കയറി വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ഞാനിവിടെ ഇനി പപ്പടവും കൂടെ കാച്ചിയെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. കുറച്ച് പപ്പടം ഉണ്ട്, അപ്പം അതും കൂടി ഒന്ന് കാച്ചിയെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം പുട്ടും മാമ്പഴവും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പപ്പടം എടുക്കാമല്ലോ. അപ്പോൾ ഒരു പരീക്ഷണമാണ് പുട്ടും മാമ്പഴവും. അപ്പം വാപ്പാക്ക് ഇഷ്ടമാണ് കേട്ടോ പുട്ടും. വാപ്പ ഇതിന് മുന്നേയും കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാനിതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. കഴിച്ചവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പരീക്ഷിച്ച് കളയാമെന്ന് വിചാരിച്ച്. അപ്പം മാങ്ങാ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തോ ചെയ്യും, പുറത്തുനിന്ന് മേടിക്കേണ്ടി വരത്തില്ലേ മാങ്ങ. അതുകൊണ്ട് നമുക്കിപ്പോൾ കിട്ടിയ അവസരം അങ്ങ് മുതലെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പപ്പടമൊക്കെ കാച്ചി വെക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്, അടുക്കളയിലൊന്നും നിൽക്കാൻ വയ്യ കേട്ടോ. കുളിച്ചതുപോലെയാണ് വിയർക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഇപ്പം ഒന്ന് കാട്ടിക്കൂട്ടി വെച്ചിട്ടങ്ങ് പോവുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പം കൂടുതലും നമ്മൾ കുക്കിംഗ് വീഡിയോ എടുക്കാൻ മടിക്കുന്നത് കേട്ടോ. എനിക്കിങ്ങനെ വീഡിയോ ഇങ്ങനെ മുടക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഇടുന്നത്. ശരിക്കും പറഞ്ഞാൽ അടുക്കളയിലൊന്നും നിൽക്കാൻ വയ്യ. ഇപ്പോൾ ചൂടിപ്പോൾ കൂടുതലാണ് കേട്ടോ. അങ്ങനെ ഞാൻ പപ്പടമൊക്കെ കാച്ചി മാറ്റി വെച്ചു. ഇതേ മാങ്ങയുടെ തോലൊക്കെ ചെത്തി ഒരു ഭാഗം നോക്കിയപ്പോൾ ചെറുതായിട്ടൊരു കേടല്ല, ഒരു പുഴുവിൻ്റെയൊക്കെ പോലെ കേട്ടോ. പിന്നെ അത് ഞാൻ മാറ്റിയിട്ട് വേറൊരു ഭാഗം നോക്കിയപ്പം കുഴപ്പമില്ല, നല്ലതായിട്ട് കിട്ടി. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ വാപ്പാക്ക് ആട്ടോ കൊണ്ട് കൊടുത്തു. വാപ്പ ഇതിന് മുന്നേ കഴിച്ചതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ റിസൾട്ട് അറിയാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് പോലെ തോന്നി എനിക്ക്. വലിയ ടേസ്റ്റൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. അരിമാവിലും കൂടെ കുറച്ചും കൂടി നല്ലതായിരിക്കും തോന്നുന്നു കേട്ടോ. അരിമാവിലുണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ ഗോതമ്പ് പൊടിയിലല്ലേ ഉണ്ടാക്കിയത്.
അപ്പോൾ വാപ്പാക്കും കൂടെ കഴിക്കണമെങ്കിൽ നമ്മൾ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കിയിട്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ പിന്നെ രണ്ടിതായിപ്പോവും, ജോലി ഭാരവും കൂടുതലായിരിക്കും. അങ്ങനെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു. കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. അത് ഞാൻ അനിയത്തി അങ്ങ് ഏൽപ്പിച്ച്, അവൾ കഴുകി തരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പാത്തു വെച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മേടിക്കാനായിട്ട് ഞാൻ താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പം മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചാളയായിരുന്നു. അത് ഞാനിങ്ങനെ ഉപ്പും മുളകും മഞ്ഞളൊക്കെ തേച്ചിട്ട് അതും കൂടി ഒന്ന് പുരട്ടി ദേ വറുക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. ആ പൂച്ചയെ കണ്ടില്ലേ? അത് നമ്മുടെ പൂച്ചയല്ല കേട്ടോ, എവിടെ നിന്നോ വന്ന പൂച്ചയാണ്. ഇപ്പോൾ അവിടെ 2 ദിവസം കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ആൾ. നമ്മളെന്തെങ്കിലുമൊക്കെ മീൻ തലയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആളവിടെ ഇരുന്നോളും. കാണാൻ നല്ല രസമുണ്ടേ അതിനെ. അപ്പോൾ നമ്മൾ അടുത്തോട്ട് ചെല്ലാൻ പറ്റത്തില്ല കേട്ടോ. ഒന്നാമത് എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെയുള്ള കാര്യം, നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴേ അത് സാധനം ഓടിക്കളയും. അപ്പോൾ ഞാൻ പിന്നെ അതിനെ കളിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇന്നത്തെ എൻ്റെ പോക്ക് നടക്കത്തില്ല. അതുപോലെ ഇതിനിടയ്ക്ക് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ലൈനിൽ. പിന്നെ ധൃതി പിടിച്ച് ഞങ്ങൾ ടാങ്കിലെല്ലാം ഞാനും അനിയത്തിയും കൂടെയൊക്കെ നിറച്ചു. കാരണം വെള്ളം നമുക്ക് അത്യാവശ്യം ആയതുകൊണ്ട് അത് പിടിച്ച് വെച്ചിട്ടേ പിന്നെ എന്ത് പണിയും ഉള്ളൂ. അങ്ങനെ വെള്ളമൊക്കെ പിടിച്ച് ഉച്ചക്കലത്തേക്ക് വേണ്ടിയിട്ടുള്ള ചോറും കറിയും ഒക്കെ വെച്ച് കേട്ടോ. തോരനും മീൻ വറുത്തതും മീൻ കറിയും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് പാപ്പാക്കും അനിയത്തിക്കും. അപ്പോൾ അനിയത്തി വരുന്നില്ല, ഞാനും മോളും കൂടിയാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ റെഡിയായിട്ട് ഇതേ പോകുന്നു കേട്ടോ. അപ്പോൾ ഒരു 11:30 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വെള്ളവും കൂടെ വന്ന് നമ്മൾ വെള്ളവും കൂടെ ഒക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റെഡിയായിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അങ്ങ് താഴോട്ട് നടക്കാനുണ്ട്, റോഡിലോട്ട് വണ്ടി കയറാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളെ കാത്ത് വല്യമ്മ അവിടെ നിൽപ്പുണ്ടായിരുന്നു. വല്യമ്മ എന്ന് പറയുന്നത് എൻ്റെ പാപ്പാടെ ചേട്ടൻ്റെ ഭാര്യയാണ് കേട്ടോ. അപ്പം വല്യമ്മ ഞങ്ങളെ കാത്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്ന് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ഓട്ടോ കിട്ടി. ഞങ്ങൾ പോകുന്ന വണ്ടിയിൽ മൊത്തവും കൈ കാണിച്ചു, പക്ഷേ ഒരു വണ്ടി നിർത്തുന്നില്ല കേട്ടോ, എല്ലാം ആൾ കയറി പോകുന്നതാണ്. അങ്ങനെ നമുക്കൊരു ഓട്ടോ കിട്ടി. നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വന്നു. പിന്നെ അതേ നമ്മൾ പുതിയ പെണ്ണിനെ കാണാൻ പോയി. കണ്ടില്ലേ, പുതുക്കപ്പെണ്ണിനെ കണ്ടില്ലേ? അപ്പോൾ പുതിയ പെണ്ണിനെ കണ്ടു. പാത്തുവിൻ്റെ കൂട്ടുകാരിയാണ് കേട്ടോ ഹംദ. അപ്പം ഹംദയുടെ മൂത്ത താത്തയാണ് ഹന്ന, അതായത് നമ്മുടെ കല്യാണപ്പെണ്ണ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം കൂടെ ഉണ്ട് കേട്ടോ ഇതിനിടയിൽ. അങ്ങനെ ഇതേ കല്യാണമൊക്കെ കണ്ട് നമ്മൾ ചെക്കനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നിക്കാഹൊക്കെ ചൊല്ലി അത് കഴിഞ്ഞ് താലികെട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പോയി ഫുഡ് അടിച്ചിട്ട്. ഫുഡാണല്ലോ മെയിനായിട്ടുള്ള സംഭവം. നമ്മൾ കുറച്ച് നേരം, ഞാൻ കുറേ കാലമായിട്ട് ഒരു കല്യാണം കൂടിയിട്ട്, അത് എടുത്ത് പറയണമല്ലോ, ഞാൻ ഒത്തിരി നാളായി ഞാൻ ഒരു കല്യാണം കൂടിയിട്ട്. അപ്പോൾ ആ ഒരു ഇതും കൂടെ എനിക്കുണ്ടായിരുന്നു, കല്യാണം കാണാനുള്ള ആ ഒരു ത്വരയും കൂടെയൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊരു സന്തോഷമായിരുന്നു. ഒരു വർഷങ്ങളെന്നൊക്കെ പറയാം കേട്ടോ, ഞാൻ ഒരു കല്യാണം കൂടിയിട്ട്. അങ്ങനെ വന്നു. അപ്പോൾ അതേ താലി കെട്ടുന്ന സമയമായി, നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ താലി കെട്ടേണ്ട സമയമായി. ഇതേ പെണ്ണിനെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ അത്. ഇതിപ്പം നമ്മൾ ഈ ഷോർട്ട് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഷോർട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെ. ലോങ് വീഡിയോയിൽ ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ ഇതിപ്പോൾ നല്ല ക്ലിയറായിട്ട് നല്ല രീതിയിൽ കാണാൻ വേണ്ടി ഞാൻ ഷോർട്സ് അപ്ലോഡ് ആക്കുന്നുണ്ട്, അപ്പോൾ കാണാം കേട്ടോ. അങ്ങനെ പെണ്ണിനെയൊക്കെ കൊണ്ടുവന്നു. പിന്നെ താലി കെട്ടും ഒക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ ഫോട്ടോ എടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ പോയി ഫുഡൊക്കെ അടിച്ചിട്ട് പിന്നെ തിരിച്ച് കയറി വരേണ്ട സമയമായി കേട്ടോ. കാരണം എനിക്ക് വീഡിയോ അപ്ലോഡ് ആക്കണം. മെയിനായിട്ട് ചൂടാണ് കേട്ടോ, പറയാൻ പറ്റുന്നില്ല. എൻ്റെ പൊന്നെ ഭയങ്കര ചൂട്, പുറത്തൊന്നും ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. വീട്ടിനകത്തേ നമുക്കിരിക്കാൻ പറ്റുന്നില്ല, ആ അവസ്ഥയിലൊക്കെയാണ് ഇപ്പോൾ. ഞാൻ അവിടെ ഇരുന്നതെന്ന് പറയുന്നത് കത്തി ജ്വലിച്ചാണ് ഇരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു കല്യാണവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, എനിക്കും സന്തോഷമായി. പാത്തുക്കുട്ടി ആദ്യമായിട്ടാണ് കേട്ടോ കല്യാണത്തിന് വരുന്നത്. പാത്തു ആദ്യമായിട്ടാണ് കല്യാണത്തിന് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം അവൾക്കുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. കഴിച്ച് നല്ല ഫുഡൊക്കെ ആയിരുന്നു. അങ്ങനെ കഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഐസ്ക്രീം കിട്ടി. ഐസ്ക്രീമൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നാളെ കാണാം. ബൈ.